കൃഷ്ണ, 11 വർഷമായി നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന എൻ്റെ സ്പെയർ പാർട്സ് കടയുടെ ഷട്ടറാണ് ഞാനിപ്പോൾ ഉയർത്തിയത്. ഇന്ന് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഷട്ടറും ഉയർത്തുന്ന ദിവസമാണ്. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ വാങ്ങിയ നാരായണൻ മാഷിയുടെ മകൾ രാധ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ സമ്മതത്തോടെ കടന്നു വരികയാണ്. നീ ഞങ്ങളെ സത്യസന്ധമായി ഒന്ന് അനുഗ്രഹിക്കണം. വന്ന് എനിക്ക് ഈശ്വരന്മാരിലൊന്നും വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. നിനക്കൊന്നും തോന്നരുത്. 1 കിലോ വെളിച്ചെണ്ണ 2 കിലോ പപ്പടോ. എന്താ പേര്? ചാരുക്കുട്ടി. എന്നാ രാരുക്കുട്ടി, ഇവിടെ വാഹനങ്ങൾക്ക് പറ്റുന്ന വെളിച്ചെണ്ണയുണ്ട്, അത് വേണമെങ്കിൽ ഒരു 5-6 കിലോ തരാം. പിന്നെ പപ്പടം, ഞാനിവിടെ ഇത്തരം പപ്പടം മാത്രമേ വിൽക്കാറുള്ളൂ. ഇതൊരു കെട്ടിന് 19,000 രൂപ വരും. അല്ല, നാടൻ പപ്പടം കിട്ടില്ലേ? നാടൻ പപ്പടം സ്പെയർ പാർട്ടായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇക്കാലം വരെ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാനും പോകുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു പോരെ, ചൂടാവണോ? എനിക്കിത് ഇത്തിരി ചൂടുള്ള ദിവസം, ഞാൻ ചൂടാവും. ഇതിലപ്പുറം ഒരു ഭാഗ്യം എന്താ എന്റെ കുട്ടിക്ക് വേണ്ടത്? മരിച്ച് സ്വർഗത്തിൽ കിടക്കണ നിന്റെ ഏടത്തി ഇവിടെ കല്യാണ നിശ്ചയം അറിഞ്ഞ് ഓടി പിടിച്ചു വരുമല്ലേ. ഇവിടെ ഭൂമിയിലുള്ളവർക്ക് തന്നെ സമയത്തിന് വണ്ടിയും ബസ്സും കിട്ടണില്ല, പിന്നെ മരിച്ചോർക്ക്. അമ്മയുടെ കണ്ണാടിയിലും നോക്കിയാ ഞാൻ കണ്ണെഴുതിയെന്ന് അമ്മ അച്ഛനോട് ഇപ്പൊ പറഞ്ഞു അത്രേ. അച്ഛനാണെങ്കി ആ മുറിയിൽ വന്നിട്ടുമില്ല. എടുത്ത് എനിക്കൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ. ഒരു വിശേഷം ചോദിക്കാനും പറ്റിയില്ല. ഇത്രയിടം വന്നിട്ട് എന്റെ മുന്നിലൊന്നും വരാണ്ട് പോയല്ലോ. എടുത്ത് തടി വെച്ചിട്ടുണ്ടോ മാഷേ? മരിച്ച് ഭസ്മായി തിരുനെല്ലി കൊണ്ട് ഒഴുകിയിട്ട് കൊല്ലൊരുപാടായി. ആ ആളപ്പ തടി വെച്ചിട്ടുണ്ടോന്ന്. വയസ്സുകാലത്ത് തലയ്ക്ക് ചൂട് പിടിക്കുമ്പോ ഏത് മാഷ്ക്കും ഇതൊക്കെ തോന്നും. അമ്മണിയടുത്ത് കൈയും വീശി വന്നതേ ഉള്ളൂ, വരുമ്പോ തനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അവൾ ഇത്തിരി പൂ കൊണ്ട് തന്നു. അത് നന്നായി. മരിച്ചാലെന്താ, അമ്മണിയടുത്തേക്ക് സ്വർഗത്തിൽ ഇപ്പൊ പൂക്കച്ചോടം ഉണ്ടല്ലോ, റേഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. കൊച്ചുകൃഷ്ണ, തുമ്പശ്ശേരിക്കുറുപ്പ് എന്റെ മാഷയും കുട്ടികളെയും ചതിക്കോ കൊച്ചുകൃഷ്ണ? അവരെ ഒറ്റയ്ക്കാക്കി പോവല്ലേ? ഏയ്, അവരെ ഞാൻ ഒറ്റയ്ക്കാക്കേ. നല്ല കഥ. അമ്മണിയടുത്ത് വിഷമിക്കാണ്ടിരിക്കി. തുമ്പശ്ശേരി കുറുപ്പിന്റെ അടിവേര് മാന്തി ഞങ്ങൾ ഈ പറമ്പ് തിരിച്ചു പിടിക്കും. എന്താ പോരെ? മതി. മനസ്സിലായി? എന്തോന്ന് മനസ്സിലായി? അസുഖം മനസ്സിലായി. വല്ലവരും മനസ്സിലുണ്ടെങ്കിൽ പറ, അച്ഛൻ വഴി കാണാം. എനിക്ക് ആരുമില്ല. പിന്നെ നീയൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കണേ? നിന്റെ അമ്മയ്ക്ക് ഞാൻ ആദ്യത്തെ കത്ത് കൊടുക്കണത് എന്റെ എത്രാമത്തെ വയസ്സിലാണെന്ന് നിനക്കറിയോ? അറിയാം. അമ്മ ആ കത്ത് രാമായണത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാനത് രാമായണത്തിൽ നിന്ന് എടുത്ത് എന്റെ ഡ്രോയിങ് ടീച്ചർക്ക് കൊടുത്തു. അച്ഛന് കിട്ടേണ്ട അടി അന്ന് എനിക്കാ കിട്ടിയത്. ലവ് ലെറ്റർ എഴുതാൻ അച്ഛൻ വളരെ വീക്കാ. അങ്ങനത്തെ ഒരു കത്ത് എഴുതിയാലൊന്നും ഇന്നത്തെ പെണ്ണുങ്ങൾ വീഴില്ല അച്ഛാ. അമ്മ വീഴും. ഇനി വീഴൂന്ന് ഉറപ്പുണ്ടെങ്കിൽ അച്ഛൻ അതുപോലെ ഒരെണ്ണം എനിക്ക് എഴുതിത്താ, ഞാൻ ആർക്കെങ്കിലും കൊടുത്തു നോക്കാം. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇന്നത്തെ നൈറ്റ് ഇത്രേ ഉള്ളൂ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് എന്തോന്ന് സ്റ്റേഷൻ? അവിടെ കള്ളന്മാരൊന്നും ഇല്ലേ? വിശന്നാ ഞങ്ങള് കള്ളന്മാരെയാണോ പിടിക്കുന്നത്? ദോശ ഉണ്ടാക്കട്ടെ? ഉണ്ടാക്കിക്കോ, 10-15 ഉണ്ടാക്കിക്കോ. എന്തത്? എന്താടി ഒരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? അങ്ങനെ ഒരു ശബ്ദം. അത് ഈ ദോശയുടെ ആയിരിക്കും. നിന്റെ ദോശക്ക് ഇത്രയും വലിയ ഷൂവോ? അതല്ല, നല്ല പൂമണം. അന്വേഷണത്തിന് ആകെ കിട്ടിയൊരു തുരുമ്പ. അവൻ ഉടുക്കാൻ കിട്ടൊരു ലുങ്കി സഹിക്കാൻ വയ്യ. താനിതുകൊണ്ട് ഭംഗിയായിട്ട് അലക്കി ഇസ്തിരിട്ട് മടക്കി പോയി നായെ കൊണ്ട് മണപ്പിക്കാനുള്ളതാ. ആ കള്ളൻ ആ ലുങ്കി എന്നെ പുതപ്പിക്കായിരുന്നു സാർ. പൊത്തപ്പിക്കുന്ന താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. ഈ നല്ലക്ഷണം ഞാൻ കാണുമ്പോ കളർ ലുങ്കിയില്ലായിരുന്നു. അവന് തുണിയില്ലായിരുന്നോന്ന് കണ്ടപ്പോ തന്നെ കണ്ണിലിരുട്ട് കയറി, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ആ സമയത്ത് തന്റെ കണ്ണി പവർ കട്ടായിരുന്നോ? എന്നോ ചത്തുപോയ തള്ളയുടെ തലയ്ക്ക് വിളക്കും വെച്ച് എന്നെ വെല്ലുവിളിച്ചു പോയിട്ട് എന്തായി? കലങ്ങിയില്ലേ? എല്ലാം കലങ്ങി ഒലിച്ചു പോയില്ലേ? ഏട്ടനായിട്ട് ഒരുത്തന്റെ കല്യാണം കലക്കിയിട്ടില്ല. കലക്കണമെന്ന് മോഹമുണ്ടായിരുന്നു, പക്ഷെ ഏട്ടനേക്കാൾ മുമ്പേ ദൈവം അത് കലക്കി. അതാണ് ഏട്ടനും ദൈവവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലേട്ടാ? എന്നെ പട്ടിയാക്കി മാറ്റി നിർത്തി തുലാം 16 അയാള് കല്യാണം നിശ്ചയിച്ചു. നിങ്ങൾ എല്ലാവരും നോക്കിക്കോ, അന്നേ നാട്ടിലൊരു കല്യാണമേ നടക്കൂ.
നമ്മള് കാത്തിരിക്കുന്ന ചന്ദ്രപ്പന്റെ രുക്മിണിയുടെയും കല്യാണം. നീ സന്തോഷത്തോടെ ഇരി. ഏട്ടൻ പറഞ്ഞതാ. ചന്ദ്രപ്പൻ രുക്മിണിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ കിട്ടാതെ പോയ താലിയോർത്ത ആ മാഷയുടെ മോള് നീറി നീറി നിലവിളിക്കുന്നത് ഈ നാട്ടുകാര് മുഴുവൻ കേൾക്കും. കേൾക്കൂ ഏട്ടാ. കേൾക്കും. ഓ കല്യാണം കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിലവിളിക്കുന്ന പെൺകുട്ടികളൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. അത്രയും മനസമാധാനത്തോടെ ഇരിക്കാന്നേ അവര് വിചാരിക്കൂ. അളിയനെ മൂപ്പിക്കാതെ നേരത്തെ പോണുണ്ടോ? ഇങ്ങനെ മൂപ്പിക്കണ്ട തീരുമാനിക്കാൻ നീ ആരാടാ? ചുമ്മാ കയ്യും പിടിച്ചോണ്ടല്ല ഞാൻ ഇങ്ങനോട് ഇറങ്ങിപ്പോന്നത്. നിന്റെ എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ എസ്റ്റേറ്റാ ശ്രീധനമായിട്ട് എഴുതി കൊടുത്തത്. അതെപ്പോ വാങ്ങി? എസ്റ്റേറ്റിനേക്കാൾ വിസ്താരമുള്ള പെണ്ണിനെ കെട്ടാൻ ചിലപ്പോ എസ്റ്റേറ്റ് ഒക്കെ എഴുതി വാങ്ങിയെന്ന് വരും. അത് കലക്കി. പറഞ്ഞു. കുടിച്ച സാധനം വയറ്റി കിടക്കാതെ തലേ കയറി കളിച്ചാ വായി വരുന്ന ഞാനും വിളിച്ചു പറയും. പിന്നെ കുറുപ്പിനെ മരുന്നെടുക്കാൻ ഇവിടെ കാണില്ല. നിങ്ങൾ മാത്രമല്ല കുറുപ്പ്, ഞാനും കുറുപ്പാ. അളിയൻ വേണേ വേറെ കല്യാണം കഴിച്ചോ, എന്നാലും അളിയന്റെ കൂടെ എന്നും ഞങ്ങളുണ്ടാവും. എന്റെ ഏട്ട അങ്ങനെ ഒരു നല്ല ബുദ്ധി ഏട്ടൻ കാണിച്ച ഏട്ടത്തിയുടെ കൈയുണ്ടാവും ഏട്ടന്റെ മരണം. ആ 16 അടിയന്തരവും നമ്മൾ തന്നെ ഉണ്ണേണ്ടി വരും. അത് വേണോ ഏട്ടാ? എന്റെ പെങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ ഓരോന്ന് കഴിയുമ്പോ ആരെ കരഞ്ഞോണ്ട് പോണേ? പോലീസ് ജീപ്പ് പിടിച്ചു, കള്ളനെ പിടിച്ചു. അതാ ജീപ്പിലിട്ടോണ്ട് പോണ്. കൈ അണിച്ചിട്ട് ജീപ്പ് നിർത്തില്ല. ആ ലുങ്കി മണത്ത് 500 കിലോമീറ്റർ അപ്പുറത്താ ഇൻസ്പെക്ടർ കള്ളനെ പിടിച്ചത്. കള്ളനാണല്ലേ കള്ളൻ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ. അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും ഇങ്ങോട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച് ഒന്നുകൂടി നല്ല മധുരമുള്ള ഇടി. സത്യം പറഞ്ഞാൽ ഈ പിടുത്തം നമ്മളൊരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. ഒരമ്മ പെറ്റ മോനാടാ അതിനകത്ത് അടി കിട്ടി നിലവിളിക്കുന്നത്. അത് കേട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കാൻ പോവാ? ഒരമ്മ പറ്റ മോനുണ്ടാക്കിയ സ്വർണ്ണമല്ല ചാവ് മോഷ്ടിച്ചത്. അത് അച്ഛൻ പറഞ്ഞോ? പണിക്കിരട്ട് ചെന്ന ബാസുനോട് 5-6 കൊല്ലം പടക്കം തരാൻ പറ. ഞാൻ പറഞ്ഞു പറ. പടക്കവും വെടിയൊന്നും വേണ്ട. ആരെങ്കിലും ചെന്ന് അവനെ തല്ലണ്ടാന്ന് പറ, അല്ലെങ്കിൽ ഞാൻ പോയി പറയാൻ പോവാ. അല്ല അച്ഛാ, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം അത്. ഇതാരാ ഇത്രയും പരിചയമുള്ള കള്ളൻ? പക്ഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ, ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയാ, അളിയൻ എപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാൻ ഇപ്പോഴും സഹദേവനാ. അളിയനോ? ആ, ഈ സഹദേവൻ എന്റെ രാധ കെട്ടാൻ പോകുന്നത്. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് നീ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നതല്ലേ. ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാകെ കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ. ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥയെ വീട്ടു പോവാൻ വയ്യേ. പത്തിരിപ്പലകയിൽ ചരക്കടുക്കി വെച്ചിട്ട് മാസങ്ങളായി. തുലാം 16 ഫെബ്രുവരി 17 ഇപ്പഴിങ്ങെത്തും. ഏട്ട സമയത്ത് ചരക്കയച്ചില്ലെങ്കിൽ ലേലം വിളിച്ച കാശ് പോലെ ഏട്ടന് കിട്ടൂല. ഏട്ട നീ എന്നെ അങ്ങനെ ഊതല്ലേ. വിളിച്ചതിന്റെ 10 ഇരട്ടി ചരക്ക് ഞാൻ പീസായി വിൽക്കും. ഹൈദരാബാദിൽ നിന്ന് വിളിച്ച പിച്ചളക്കെട്ടില് ബാംഗ്ലൂർക്ക് അയക്കണ്ട. അത് നേരെ ദുബായ് തങ്കച്ചൻ അയക്കേ. അത് അങ്ങേർക്ക് ഞാൻ കച്ചവടാക്കിയിരിക്കും. എന്റെ അമ്മേ, അത് പിത്തളയല്ല, വെറും പോളിഷാ. ആ കട്ടില് 1/4 കാശിന് കൊള്ളില്ല. ദുബായ് തങ്കച്ചനും കാക്കാശിന് കൊള്ളൂല. അതല്ല ഞാൻ അങ്ങോട്ട് അയച്ചത്. നീ ഒഴുക്കി. ഏട്ടാ, ഞാൻ ഇന്ന് ഫുൾ ഫിറ്റ് ആവും. ഏട്ടനോ? ഞാനും. സോഡ നീ കുടിച്ചോ. കണ്ണുകൂടി തീരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ അകത്ത് കയറുമ്പോ അവിടെ ആർക്കും ബോധമില്ലാതിരിക്കുന്ന നല്ലത്. എല്ലാവരുടെയും ബോധം പോയ സ്വർണ്ണം എവിടെ വെച്ചത് നമ്മൾ ആരോടൊന്നും ചോദിക്കാം. പക്ഷേ ദേ പട്ടി കുറച്ചു. അയ്യോ, അത് പട്ടി കുറച്ചല്ല, അച്ഛന് ദേഷ്യം വരുമ്പോ ഉണ്ടാക്കണ സൗണ്ടാ. അധികാരി അകത്ത് കയറിയ ഈ നാട്ടുകാർ മുഴുവനും ജയിലിൽ കിടക്കും. അധികാരി അകത്ത് കയറണ്ട. പഴയ അധികാരി പണി തുമ്പശ്ശേരി കുറിപ്പ് എങ്ങനെയാ തെറിപ്പിച്ചെന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. അധികാരിക്ക് ഇത്രേ ബുദ്ധിയുള്ളൂ. അച്ഛൻ എന്തോ ഒരു വിഷമം പോലെ.
സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ വാങ്ങിയ ഒരു സ്കൂൾ മാഷ ഞാൻ. ഞാൻ ആ കള്ളന്റെ വേഷം കിട്ടി ഇരുട്ടത്തിരിക്കണേ. എനിക്ക് നല്ല സങ്കടമുണ്ട്. ആ മെഡൽ ഒരുക്കിയിട്ടില്ല അച്ഛൻ ആദ്യമായിട്ട് രാധയ്ക്ക് ഒരു മാല ഉണ്ടാക്കിയത്. അതെ ആ മാലയും കൂടി എടുക്കാനല്ലേ നമ്മൾ പാത്ത് കയറാൻ പോകുന്നത്. അതെ. ഈ വിവരം പ്രസിഡന്റ് അറിഞ്ഞ പ്രസിഡന്റ് കൂടി നമ്മുടെ കൂടെ കരിയും തേച്ച് അകത്ത് കക്കാൻ വരും. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളില്ലേ കൂടെ. അച്ഛനെ എഴുന്നള്ളിക്കാൻ കൊണ്ടല്ല അനങ്ങാണ്ട് നിൽക്കവിടെ.